ദീപ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളെ കാണുന്നു. ഹാജരാക്കിയത് 3 ദിവസത്തെ കസ്റ്റഡിയാണ് ചോദിച്ചിരിക്കുന്നത്. 3 ദിവസത്തെ കസ്റ്റഡി എല്ലാ ഡിവൈസസ് എല്ലാം പരിശോധിക്കാനും ഓഫീസൊക്കെ പരിശോധിക്കാനും എന്നൊക്കെയാണ് പറഞ്ഞു ചോദിച്ചത്. അപ്പം നമ്മൾ ആർഗ്യൂ ചെയ്തതെന്ന് വെച്ചാൽ അതിന് 3 ദിവസത്തിന്റെ ആവശ്യമില്ല എന്നൊരു ആർഗ്യുമെന്റ് വെച്ചിട്ട് നമ്മൾ 3 days കസ്റ്റഡി ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആൻഡ് അവർ പറയുന്നത് ഇനി പബ്ലിഷ് ചെയ്യാത്ത വീഡിയോസ് ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാനൊക്കെയാണ്. എനിക്ക് തോന്നുന്നില്ല അതൊന്നും വാലിഡ് ആണെന്ന്. എന്തായാലും കോടതി പറഞ്ഞു ഒരു 1 day നാളെ വൈകിട്ട് 5 മണി വരെ. അപ്പൊ ഇന്നും നാളെ 2 days, നാളെ വൈകിട്ട് 5 മണി വരെ കസ്റ്റഡി എന്ന് പറഞ്ഞു. ഇല്ല, ജാമ്യാപേക്ഷ നമ്മള് ഇനി മൂവ് ചെയ്യല്ലേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ നമ്മള് നാളെ വൈകുന്നേരം വരെ കസ്റ്റഡി അല്ലേ. അപ്പൊ ഇനി അത് മറ്റന്നാള് മൂവ് ചെയ്ത് എടുക്കാമെന്നുള്ളത്. അല്ല, വെള്ളിയാഴ്ച ആയിരിക്കും മിക്കവാറും വെള്ളിയാഴ്ച ആയിരിക്കും. നാളെ വൈകിട്ട് 5 മണി വരെയല്ലേ ഇത്. അപ്പൊ ഇന്ന് തന്നെ മൂവ് ചെയ്യും. അപ്പൊ ഫ്രൈഡേ എടുക്കാം. നിരാഹാരം തുടരാണ്. ഫുഡും വാട്ടറും രണ്ടും ഇൻടേക്ക് ഇല്ല. വെള്ളവും ആഹാരവും കഴിക്കുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് സെൻട്രൽ പ്രിസണിലേക്ക് മാറ്റിയേക്കുന്നത്. ഡോക്ടറിന്റെ സൂപ്പർവിഷൻ വേണമെന്ന് പറഞ്ഞത്. അപ്പൊ അത് അങ്ങനെ മുമ്പോട്ട് പോകും. ദീപ രാഹുൽ ഈശ്വറിന്റെ പ്രതികരണമാണ് കണ്ടത്. നാളെ വൈകുന്നേരം 5 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. അതിനുശേഷം മേൽക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി നീങ്ങും എന്നുള്ളതാണ് പ്രതികരണം.